ബീഹാറിലെ മുൻ മന്ത്രിയും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അധ്യക്ഷനുമായ മുകേഷ് സാഹ്നിയുടെ അച്ഛന്റെ കൊലപാതകത്തിൽ 2 പേർ കസ്റ്റഡിയിലെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ കണ്ട 2 പേരെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. മുൻമന്ത്രിയും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അധ്യക്ഷനും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ പ്രമുഖ നേതാവുമായ മുകേഷ് സാഹ്നിയുടെ അച്ഛനെയാണ് വീട്ടിൽ കയറി അടിച്ചു കൊലപ്പെടുത്തിയത്. കിടപ്പുമുറിയിലെ കട്ടിലിൽ മുറിവുകളേറ്റ നിലയിലായിരുന്നു ജിതിൻ സാഹ്നിയുടെ മൃതദേഹം കണ്ടത്. മോഷണത്തിനെത്തിയവരാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബീഹാറിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന വിമർശനം പ്രതിപക്ഷ നിരയിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കുറ്റക്കാരെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അതേസമയം കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി പറഞ്ഞു. അന്വേഷണം തുടരുകയാണെന്നും കൊലപാതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പർ സജ്ജമാക്കിയതായി ADG ഹെഡ്ക്വാർട്ടേഴ്സ് ജിതേന്ദ്ര സിംഗ് ഗ്യാങ്വാർ അറിയിച്ചു. 14432 इस टोल फ्री नंबर पर भी कोई भी व्यक्ति इस घटना से संबंधित सूचनाएं शेयर कर सकते हैं. अभी जो प्रारंभिक अनुसंधान की जो बातें आप सामने आई हैं उसके बारे में आपको मैंने जानकारी दी. ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയതായും പട്നയിൽ നിന്ന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ദർഭംഗയിലേക്ക് അയച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.